നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ പിടിമുറുക്കി അന്യസംസ്ഥാനക്കാർ. ഇവിടെ നഷ്ടം, ലാഭം മുഴുവൻ അതിർത്തിക്കപ്പുറത്ത്. കോഴിത്തീറ്റ വില മുന്നേറുന്ന സാഹചര്യത്തിൽ മുട്ടക്കോഴികളെ വളർത്തുന്ന ഫാം മേഖല വൻ പ്രതിസന്ധിയിൽ. മുട്ടക്കോഴിത്തീറ്റ വില 1100 നിന്നും 1530 ഫാം ഉടമകളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ നിയന്ത്രണത്തിൽ ഫാം നടത്തുന്നവർക്ക് 50 ദിവസം പ്രായമായ കോഴികൾക്ക് 5 രൂപ നൽകി തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തീറ്റയും മരുന്നും കോർപ്പറേഷൻ തന്നെ നൽകും. തീറ്റയ്ക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കും വില വർദ്ധിച്ചിട്ടും മുട്ടയ്ക്ക് വില വർധന ഉണ്ടാകാത്തത് ഈ മേഖലയിൽ വൻ പ്രതിസന്ധിയായിട്ടുണ്ട്. ഹാച്ചറികളിൽ നിന്ന് വിരിയിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് 35 മുതൽ 40 രൂപയായിരുന്നു വിലയെങ്കിൽ നിലവിൽ 50 കൂടുതലാണ് വില. 1000 കുഞ്ഞുങ്ങളെ വളർത്തുന്ന കർഷകന് 2 ചാക്ക് തീറ്റയാണ് ദിവസവും വേണ്ടത്. വില വർധന ഈ മേഖലയെ തകർക്കുന്ന അവസ്ഥയാണ്. കർഷകൻ്റെ നഷ്ടം. ഗ്രാമീണ മേഖലയിൽ മാത്രം പൂട്ടിയത് 50ഓളം ഫാമുകളാണ്. ജില്ലയിലെ പല ഫാമുകളുടെയും നിയന്ത്രണം അന്യസംസ്ഥാനക്കാർക്കാണ്. ഇവരിൽ നിന്നാണ് കോഴിക്കുഞ്ഞുങ്ങളെ കർഷകർക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ നൽകുന്ന കോഴികളെ നിലവിൽ വളർത്തി നൽകുന്നത് കർഷകർക്ക് വൻ നഷ്ടമാണ് വരുത്തിവയ്ക്കുന്നത്. കോഴിവില 158 രൂപ മുതൽ 160 വരെ ആയിരുന്നത് 102 രൂപ മുതൽ 110 രൂപയായി കുറഞ്ഞു. മുട്ടക്കോഴി നാടൻ 150 മുതൽ 180 രൂപയായിരുന്നത് 125 രൂപ മുതൽ 130 രൂപയായി കുറഞ്ഞു. കോഴിത്തീറ്റ വില മുൻപ് 1400 നിന്ന് ഇപ്പോൾ 2300 രൂപയായി. മുട്ടക്കോഴി തീറ്റ വില മുൻപ് 1100 രൂപയായിരുന്നു, ഇപ്പോൾ അത് 1530 രൂപയായി. കോഴിയിറച്ചിക്ക് വില ഇടിവ്. ഡിമാൻഡ് കൂടിയിരുന്ന കോഴിയിറച്ചിക്ക് മത്സ്യലഭ്യതയുടെ കുറവ് മാറി മത്സ്യവരവ് വർദ്ധിച്ചതോടെ കോഴി വിൽപ്പന ഇടിഞ്ഞ നിലയിലാണ്. സ്വകാര്യ മേഖലയിൽ പൗൾട്രി ഫാം നടത്തുന്നവരാണ് ഇപ്പോൾ വൻ പ്രതിസന്ധിയിലായത്. മുട്ടവില ഉയരുന്നില്ല. മുട്ടവിലയിലെ കുറവ് കർഷകന് വൻ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തുന്നത്. മുട്ടയ്ക്ക് 2019 വിലയായ 6 രൂപ തന്നെയാണ് 2025 ഉള്ളത്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.